ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്മീൻ ചൂരയാണിത്. അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ ക്ലീൻ ചെയ്തിട്ട് 1/2 കിലോ ആണ്. പിന്നെ ഇതിനകത്ത് ഒരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇടത്തരം 2 ചെറിയ സവാള 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കാം. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം മതിയേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയാണ്. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി വരുന്നേ, അതിനകത്ത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വെളുത്തുള്ളി കുഞ്ഞു ഉള്ളിയാണ്. ഞാൻ ഈ കുഞ്ഞു ഉള്ളി എന്ന് പറയുന്നത് കാര്യം വലിയ ഉള്ളി ഇത്രയും കൂടെ കൊണ്ടിട്ട് കൊടുക്കണ്ടല്ലോ. ചെറിയ ഉള്ളിയാണ്. ഇതൊരു 8-10 ഉണ്ടേ. അതിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഈ സവാള അരിഞ്ഞതില്ലേ അതും ഇട്ട് കൊടുക്കാം. ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഈ സവാളയും ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ചെറുതായിട്ട്, അത് ഇത്തിരി അങ്ങോട്ട് വഴറ്റില്ല. കണ്ടില്ലേ, ഇതുപോലൊന്ന് വാടിയാൽ മതി. ചെറിയൊരു വാട്ടം. ഇനി ഇതിനകത്ത് ഒരു 3 ഇടത്തരം തക്കാളി അതിട്ട് കൊടുക്കുക. ഇതും അതുപോലെ ഒന്ന് വാടട്ടെ. ഈ തക്കാളിയൊക്കെ ഇട്ടില്ലേ, ഇനി നമുക്കിതിന് ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഒരു മിനിറ്റ് ഒന്ന് ആ തക്കാളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ തക്കാളി നോക്കേ. തക്കാളിക്ക് മതി. ഞാനിത് ഗ്യാസ് ഓഫാക്കുക. ഇനി ഇതൊന്ന് തണുക്കട്ടെ. നമ്മുടെ ഈ കൂട്ട് തണുത്തേ, ഈ ക്യാപ്സിക്കും തക്കാളിയും സവോളയും. ഇനി ഇത് ഈ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലപോലെ നരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ഒരു ചട്ടി അടുപ്പി വെച്ച് അടുപ്പ് കത്തിക്കേ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില അതിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലോട്ട് 1 2 ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി. ഇത് പിരിയമുളക് പൊടിയാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഏത് മുളക് പൊടി ഇടാം. എരിയുള്ളതോ
ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരച്ചുകൊണ്ട് വന്ന ക്യാപ്സിക്കം പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇല്ലേ, വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അതിനകത്ത് വെച്ചു. ഇത് ഇനി നല്ല വഴറ്റൊന്നും വേണ്ട, കാര്യം വാട്ടി അരച്ചതല്ലേ. ഇതിന് ഞാൻ മല്ലിപ്പൊടി ഇടുന്നില്ലേ. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം, ഒന്ന് തിളയ്ക്കട്ടെ. നമുക്കൊന്ന് കവർ ചെയ്യാം, തിളയ്ക്കട്ടെ. നമ്മുടെ മീനിൻ്റെ അരപ്പ് തിളച്ചോന്ന് നോക്കാം. തിളച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ മീനില്ലേ, മീനിട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ല, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചല്ല, ഇതിന് ആവശ്യമുള്ള ഉപ്പേ. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ചൂരയായതുകൊണ്ട് വലുതായിട്ടൊന്നും ഉടയത്തില്ല ഇളക്കിയാലും. ഇനി ഇതൊന്ന് തിളച്ചിട്ട്, നല്ല തിളച്ചിട്ട്, ഇതിപ്പോൾ തീ നല്ലോണം കിടപ്പുണ്ടേ, നല്ല തിളയ്ക്കട്ടെ. നല്ല തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് കൊടുക്കണം. നല്ല മീൻ തിളയ്ക്കട്ടെ, തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കേ. ഇനി ഇതൊന്ന് നല്ല തീ കുറച്ചിട്ടിട്ട് ഒരു 8-10 മിനിറ്റ് ഇങ്ങനെ ഇടാം. അല്ലെങ്കിൽ തീ തോന്നിയിട്ട് കൊടുത്താൽ മീൻ വേവത്തുമില്ല. മീൻ വലിയ വേവില്ല, എന്നാലും മീൻ വേവത്തുമില്ല. അതിനകത്ത് ഉപ്പും മുളകൊന്നും പിടിക്കത്തുമില്ല, പുളിയൊന്നും പിടിക്കില്ല. പിന്നെ അരപ്പങ്ക് പറ്റുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് തീരെ കുറച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ കിടക്കട്ടെ. നമ്മളെ മീൻ കറി നോക്കാം. അതല്ലേ, നല്ല തിളച്ച് വറ്റി നല്ല മണമുണ്ടേ. നല്ല, ഞാൻ അതിനകത്ത് പുളിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാര്യം തക്കാളി 3 ഇട്ടിട്ടുണ്ട്. അത്രയും പുളി മതിയേ. പിന്നെ പുളി ഇഷ്ടമുള്ളവർക്ക് പിഴിപുളിയോ കുടംപുളി എനിക്ക് ഈ കറിക്ക് ഒക്കുമെന്ന് എനിക്കറിയില്ല, ഇട്ട് കൊടുത്ത് നോക്കുക. പിന്നെ ഇതിനകത്ത് ഒരു 4 പച്ചമുളക്, ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഗ്യാസ് ഒന്ന് ഓഫാക്കേ. ഇനി 1-2 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മൾ ഫിഷ് കറി എടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി. ഓക്കെ, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്.
അപ്പം ഇപ്പോൾ ഏത് ഫിഷായാലും കുഴപ്പമില്ല, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പം അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം